പഴശ്ശി രാജാവിൻ്റെ പേരുള്ള കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ പുരാവസ്തു മ്യൂസിയത്തിലെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. 1978 ആരംഭിച്ച മ്യൂസിയത്തിൽ മഹാശിലായുഗത്തിൻ്റെ ശേഷിപ്പുകൾ ഉൾപ്പെടെ നിരവധി വസ്തുക്കളുടെ ശേഖരമുണ്ട്. വേനൽ അവധിക്കാലത്ത് കുട്ടികൾക്ക് ഒക്കെ പോകാനുള്ള നല്ല സ്ഥലമാണ് ഈ മ്യൂസിയം. പുരാതന നാണയങ്ങൾ, ക്ഷേത്രാവശിഷ്ടങ്ങൾ, പല്ലക്ക്, പീരക്കല്ലുകൾ, മൺപാത്രങ്ങൾ, മഹാശിലായുഗത്തിന്റെ ശേഷിപ്പുകൾ തുടങ്ങി പുരാവസ്തുക്കളുടെ അപൂർവ ശേഖരമാണ് മ്യൂസിയത്തിലുള്ളത്. 10 ഗ്യാലറികളായാണ് മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശാബ്ദങ്ങളിൽ നിർമ്മിച്ച ഈ കെട്ടിടം ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോഴിക്കോട് കളക്ടർമാരുടെ വസതിയായി ഉപയോഗിച്ചിരുന്ന കെട്ടിടം 1978 പുരാവസ്തു മ്യൂസിയമാക്കി. മലബാറിന്റെ വിദേശികളുമായുള്ള വാണിജ്യ ബന്ധങ്ങൾ പ്രകടമാക്കുന്ന നാണയശേഖരമാണ് ഒരു ഗ്യാലറി നിറയെ. റോമൻ വെള്ളി നാണയങ്ങൾ, ഡച്ച് നാണയങ്ങൾ, ചാപ്പകുത്ത് നാണയങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന വാളുകൾ, കഠാര, വെടിയുണ്ടകൾ തുടങ്ങിയ ആയുധങ്ങളും പ്രദർശനത്തിലുണ്ട്. മധ്യകാലഘട്ടത്തിലെ അളവ് തൂക്ക രൂപങ്ങളും പുതുതലമുറയ്ക്ക് അടുത്തറിയാം. ലിപി പരിചയപ്പെടുത്തുന്ന പ്രത്യേക ഗ്യാലറിയാണിത്. വട്ടെഴുത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും വന്ന മാറ്റങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാനാകും. ഈ ബോർഡുകളിൽ നോക്കി അത് മണൽത്തരികളിൽ എഴുതി പഠിക്കാനുള്ള പ്രത്യേക സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് പുരാവസ്തു മ്യൂസിയത്തിന്റെ പ്രവർത്തനം. കേരളത്തിലെ ഏറ്റവും പഴയ ശിലായുഗ സംസ്കാരം മുതൽ, ശിലായുധങ്ങൾ മുതൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്തെ വരെ ഉള്ള വലിയ പുരാവസ്തു ശേഖരമാണ് ഇപ്പോൾ ഗവേഷകർക്ക് വേണ്ടിയും പഠിതാക്കൾക്ക് വേണ്ടിയൊക്കെ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല എപ്പിഗ്രാഫി, ഇവിടെ റഫറൻസ് ലൈബ്രറി ഉണ്ട്, നമുക്ക് ചെറിയൊരു തിയേറ്റർ ഉണ്ട്. പിന്നെ അങ്ങനെ നിരവധിയായ സജ്ജീകരണങ്ങൾ ഒരു ഇൻ്ററാക്റ്റീവ് തലത്തിലേക്ക് നമുക്ക് ഈ മ്യൂസിയത്തെ ഒരു മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ മ്യൂസിയം കാണാനെത്തുന്നുണ്ട്. ഇവിടെ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അത് കുട്ടികൾ ഇവിടെ വന്ന് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ അത് വലിയ ഉപകാരമുള്ള സംഗതിയാണ്. ഇങ്ങനെയുള്ള പൈതൃകങ്ങൾ നമുക്ക് നിർബന്ധമായും സംരക്ഷിച്ച് പോകേണ്ടതുണ്ട്. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 5 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. വിനോദവും വിജ്ഞാനപ്രദവുമായ നിരവധി കാഴ്ചകളാണ് ഇവിടെയുള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച പുരാവസ്തുക്കൾ അടുത്തറിയാൻ നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. പ്രജ്വൽ സുരേഷിനൊപ്പം കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24.